ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖമല്ല എല്ലാവർക്കും? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ സിനിമ ഒരു ജാപ്പനീസ് മാംഗ സീരീസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. 2018 ഇറങ്ങിയ ഇനുയാഷിക്കി. ഇതൊരു സൂപ്പർ ഹീറോ സിനിമയാണ്. കണ്ടു നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ കഥ ആരംഭിക്കുമ്പോൾ ആദ്യം കാണിക്കുന്നത് ഒരു ഫാമിലിനെയാണ്. ഈ കാറിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടില്ലേ, ഇതിൽ ഈ പയ്യന്റെ പേര് ടക്കേഷി, ഈ പെണ്ണിന്റെ പേര് മാരി, പിന്നെ ഇവരുടെ അമ്മ, അവളുടെ പേര് മേരി. ഇവരിന്ന് പുതിയൊരു വീട്ടിലേക്ക് താമസം മാറാണ്. അങ്ങനെ ആ ടാക്സിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർ വീട്ടിലേക്ക് നടന്നു. ഈ സമയം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തുകൊണ്ട് അവരുടെ അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട്. ഇയാൾ നല്ല പ്രായമുള്ള ഒരു മനുഷ്യനാണ്. ഇയാളുടെ പേരാണ് ഇനുയാഷിക്കി. ഇയാളാണ് നമ്മുടെ ഹീറോ. നമുക്ക് ഇയാളെ യാഷിക്കി എന്ന് വിളിക്കാം. ഈ യാഷിക്കി ജോലി ചെയ്യുന്നത് ഒരു സ്പോർട്സിന്റെ ഡ്രിങ്ക്സ് വിൽക്കുന്ന ഒരു കമ്പനിയിലാണ്. പ്രായത്തിന്റെ ബുദ്ധിമുട്ട് ഇയാളെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. മാത്രമല്ല, ഇയാളുടെ ഫാമിലിയിൽ ഇയാൾക്ക് ഒരു വിലയില്ല. ഭാര്യയ്ക്ക് ഇയാളോട് താല്പര്യമില്ല, ഇയാളുടെ മക്കൾക്കും ഇയാളോട് താല്പര്യമില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, വീട്ടിലേക്ക് കയറിയപ്പോ തന്നെ മക്കള് കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങി. എന്തിനാണ് അച്ഛാ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വീട് വാങ്ങിയത്? ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സൂര്യനൊന്നും കാണാൻ പോലും പറ്റുന്നില്ലല്ലോ. ഏത് സമയം വീട്ടിനകത്ത് ഇരുട്ടാണ്. പക്ഷെ അയാളെ സംബന്ധിച്ചിട്ട് അയാളെ ഈ വീട് ഒപ്പിച്ചത് എങ്ങനെയാണെന്ന് ഇയാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ വീടൊക്കെ വാങ്ങി എല്ലാവരും സെറ്റായി. ആദ്യമൊക്കെ കുറെ കംപ്ലൈന്റ് പറഞ്ഞെങ്കിലും വീട്ടുകാരും അതിനോട് അഡ്ജസ്റ്റ് ആയി. അതുകൊണ്ട് മനസ്സമാധാനത്തോടെ യാഷിക്ക് അവിടെ ഇരുന്നൊരു ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി. എല്ലാ ദിവസവും ഇയാൾ ജോലിക്ക് പോകുന്നത് മെട്രോ ട്രെയിനിലാണ്. ഏത് സമയം അതിനകത്താണെങ്കിൽ നല്ല തിരക്കാണ്. ഇപ്പൊ തന്നെ വളരെ ഞെരുങ്ങിയൊക്കെയാണ് അയാൾ അതിൻ്റെ അകത്ത് നിൽക്കുന്നത്. നല്ല ബുദ്ധിമുട്ടുണ്ട് അയാളെ സംബന്ധിച്ച് യാത്രയ്ക്ക്. അങ്ങനെ ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം അയാളെ മാനേജർ പിടിച്ചു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് അവിടുത്തെ പ്രൊഡക്ട്സ് ഒന്നും മര്യാദയ്ക്ക് വിൽക്കാൻ പറ്റുന്നില്ല. ഇയാളെ ഏൽപ്പിച്ച ആ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കാണ്. എന്നാൽ ബാക്കി എല്ലാവരും അതൊക്കെ മര്യാദയ്ക്ക് സെല്ല് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പ്രൊഡക്റ്റിന്റെ കുഴപ്പമല്ല, അയാളുടെ കുഴപ്പമാണ്. അതുകൊണ്ട് ബോസ് അയാളെ നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നുണ്ട്. യാഷിക്കാണെങ്കിൽ ഒന്നും മിണ്ടാതെ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും അതൊക്കെ വിൽക്കാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിൽ. അങ്ങനെ സമയം രാത്രി അയാളിപ്പോൾ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് നടക്കുകയാണ്. ഈ സമയം ഒരു ബ്രിഡ്ജിന്റെ താഴെ എത്തിക്കഴിയുമ്പം അയാൾ ഒരു കാഴ്ച കണ്ടു. കുറച്ച് കള്ളന്മാര് ചേർന്നിട്ട് ഒരാളെ പിടിച്ച് ഉപദ്രവിക്കുകയാണ്. അയാളുടെ കയ്യിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ അവര് മേടിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പം യാഷിക്ക് ശരിക്കും അങ്ങോട്ട് പേടിയായി. അതിൽ ഇടപെടാനുള്ള ധൈര്യമൊന്നും അയാൾക്കില്ല. അതുകൊണ്ട് അയാൾ നൈസായിട്ട് തിരിച്ചു നടക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ ഈ സമയത്താണ് അയാളുടെ മകളായ മാരി അങ്ങോട്ട് വരുന്നത്. അയാൾ അവിടുന്ന് സ്കൂട്ടാവുന്നത് കാണുമ്പോൾ ഒക്കെ ശരിക്കും അങ്ങോട്ട് ദേഷ്യം വന്നു. അത് അയാൾക്കും മനസ്സിലായി. അതോടെ അയാൾ പറയുന്നത്, ഞാനിപ്പോൾ പോലീസിനെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ഇല്ല അച്ഛാ, നിങ്ങളെ കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല, അതിനുള്ള ധൈര്യം നിങ്ങൾക്കില്ല എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം യാഷിക്ക് വളരെ വിഷമത്തോടെ അയാളുടെ വീടിന് മുറ്റത്തിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു പട്ടി അങ്ങോട്ട് വരുന്നത്. അതിന് കാണുമ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. ഈ പട്ടിയെ ഇയാൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അങ്ങനെ അയാളെ പട്ടിയെ നോക്കുമ്പോൾ അതിന്റെ ബെൽറ്റിലായിട്ട് ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്. അയാളത് തുറന്നു നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത്, ഈ പട്ടിയുടെ പേര് ഹനോക്കോ, ഞങ്ങൾ ഇതിനെ ഉപേക്ഷിക്കുകയാണ്, ആർക്കെങ്കിലും ഇതിനെ കിട്ടുകയാണെങ്കിൽ മര്യാദയ്ക്ക് നോക്കിയേക്കണേ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ യാഷിക്കിപ്പം ആ ഹനാക്കോന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അയാളുടെ ഭാര്യ മേരി അങ്ങോട്ട് വരുന്നത്. ആ പട്ടിയെ കാണുമ്പോൾ, ഇതിപ്പോ ഇവിടുന്ന് വന്നു, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, മര്യാദയ്ക്ക് എന്നെ ഒഴിവാക്കാൻ നോക്ക്, ഇനിയിപ്പോൾ ഇതിന്റെ ഒരു കുറവും കൂടെ ഇവിടെ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, നാളെ തന്നെ ഡോക്ടറെ പോയി കാണാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവൾ ആ റിപ്പോർട്ട് അയക്ക് കൊടുക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അയാൾ ഡോക്ടറുടെ അടുത്തേക്ക് എത്തി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ക്യാൻസർ ആണ്, അതും 4ാമത്തെ സ്റ്റേജ്. ഇനി അധിക ദിവസമൊന്നും അയാൾ ജീവിച്ചിരിക്കത്തില്ല. അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞിട്ട് അയാളിപ്പോൾ വളരെ സങ്കടത്തോടെ തിരിച്ചു വീട്ടിലേക്ക് എത്തി. ഇനിയിപ്പോൾ ആ കാര്യം വീട്ടുകാരെ അറിയിക്കണമല്ലോ. അതുകൊണ്ട് അയാൾ ഫോൺ എടുത്തിട്ട് ആദ്യം അയാളുടെ ഭാര്യയെ വിളിച്ചു. ഭാര്യ ജോലി ചെയ്യുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിലാണ്. അതിലിപ്പോൾ അയാൾ അങ്ങോട്ട് വിളിച്ചപ്പം അവൾ ഫോൺ എടുത്തില്ല. അതേപോലെ തന്നെ അയാൾ അയാളുടെ മകനെ വിളിച്ചു. ഈ സമയം മകനാണെങ്കിൽ സ്കൂളിലാണ് നിൽക്കുന്നത്, അവനും ഫോൺ എടുത്തില്ല. പിന്നെ മകളെ വിളിച്ചു. അവൾ ക്ലാസ് റൂമിലിരിക്കുകയാണ്. അച്ഛൻ വിളിക്കുന്നൊക്കെ അവൾ കാണുന്നുണ്ട്, പക്ഷെ അവളും എടുക്കുന്നില്ല. അങ്ങനെ സമയം രാത്രി എല്ലാവരും ഇപ്പോൾ വീട്ടിലേക്ക് എത്തി. അയാളിപ്പോൾ ആ കാര്യം പറയാൻ വേണ്ടി അവിടുത്തെ ടേബിളിലിരിക്കുകയാണ്. എന്നാൽ അയാൾ എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് അയാളുടെ ഭാര്യയും മകളും വേറെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മകളുടെ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഡ്രസ്സ് അലക്കുമ്പോൾ എൻ്റെ ഡ്രസ്സ് അതിൻ്റെ ഇടയിലിടുന്നത്? എനിക്കത് ഇഷ്ടമല്ല, നിങ്ങളോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭാര്യയുടെ കംപ്ലൈന്റ് ആ പട്ടിയെക്കുറിച്ചാണ്. നിങ്ങളോട് ആ പട്ടിയെ കളയാൻ പറഞ്ഞിട്ട് നിങ്ങളത് അത് കേൾക്കാത്തത്, മര്യാദയ്ക്ക് ആ പട്ടിയെ കൊണ്ടുപോയി കളഞ്ഞോ, അതിന് ഇവിടെ നിർത്താൻ പറ്റത്തില്ല. ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അയാൾ ഇപ്പോൾ അയാളുടെ അസുഖത്തിന്റെ കാര്യം അവരുടെ അടുത്ത് പറയുന്നില്ല. അങ്ങനെ അയാൾ ആ പട്ടിയെ കളയാൻ വേണ്ടി അവിടെ നടക്കുകയാണ്. എന്നാൽ പോകുന്ന സമയത്ത് അയാളുടെ വിഷമം അയാൾ ആ പട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ആ പട്ടി അവിടെ ഉപേക്ഷിച്ചിട്ട് അയാൾ വേഗം അവിടെ നിന്ന് ഓടി. അങ്ങനെ കുറെ ഓടി അയാൾ ഒരു പാർക്കിലേക്ക് എത്തി. അതിൽ ഈ സമയം അയാൾ നോക്കുമ്പോൾ ആ പട്ടി അയാളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതിനെ കാണുമ്പോൾ അയാൾക്ക് വല്ലാത്തൊരു സങ്കടവും സന്തോഷവും വന്നു. അത് തന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന കാര്യമൊക്കെ മനസ്സിലായി. എന്നാൽ ഈ സമയത്താണ് കുറച്ച് അപ്പുറത്തായിട്ടിരിക്കുന്ന വേറൊരുത്തനെ അയാൾ കാണുന്നത്. ഇവന്റെ പേര് ഷിഷിഗാമി എന്നാണ്. ഒരു ടീനേജ് പയ്യനാണ്. അയാളിപ്പോൾ അവനെ നോക്കുമ്പോഴാണ് ആകാശത്തു നിന്നും നല്ലൊരു പ്രകാശം വരുന്നത്. നല്ല ശക്തമായ പ്രകാശം. അവർ രണ്ടുപേരും അത് കണ്ടു. അതിൽ ഈ സമയം ആ ഹനാക്കോ അവിടുന്ന് ഓടിപ്പോയി. ആ പ്രകാശം അന്യഗ്രഹ ജീവികളുടെ പേടകമാണ്. പെട്ടെന്ന് ആ പേടകം താഴേക്ക് വന്ന് ക്രാഷായി. കുറച്ച് സമയത്തേക്ക് നിശബ്ദത മാത്രം, ഒരു വെളുത്ത പ്രകാശം. പിന്നീട് കാണിക്കുന്നത് കുറെ നിഴൽ രൂപങ്ങളാണ് ആ ഏലിയൻസിനെ.
അവറ്റുകൾ എന്തൊക്കെയോ ആ ശിശികാമയുടെയും ഇനിയാഷിക്കയുടെയും ശരീരത്തിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി യാഷിക്ക് ഇപ്പോൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ അയാളുടെ കണ്ണാടിയുടെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും ആ ഹനാക്കോ അയാളുടെ അടുത്തേക്ക് എത്തി. എന്നാൽ ഗ്ലാസ് ഊരി മാറ്റിയിട്ടും അയാൾക്ക് നന്നായിട്ട് കാണാനും പറ്റുന്നുണ്ട്. അങ്ങനെ വേഗം തന്നെ അയാൾ ആ പട്ടിയും കൊണ്ട് അയാളുടെ വീട്ടിലേക്ക് പോയി. വീട്ടുകാരെ കാണാതെ അയാൾ ആ പട്ടി അകത്തേക്ക് കയറ്റി. അങ്ങനെ എല്ലാവരും കൂടെ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. സൂപ്പാണ് കഴിക്കുന്നത്. പക്ഷെ ആ സൂപ്പ് അയാൾ കുടിക്കുമ്പോൾ അയാൾക്ക് അതിനൊരു രുചി തോന്നുന്നില്ല. മാത്രമല്ല അയാൾക്ക് ഇപ്പോൾ വല്ലാണ്ട് ദാഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അയാൾ എഴുന്നേറ്റിട്ട് കിച്ചണിലെ പൈപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ മോന്തി മോന്തി കുടിക്കുകയാണ്. അയാളുടെ വിചിത്രമായ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഡൗട്ടായി. തലേദിവസം അയാൾ മദ്യപിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത് എന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെ യാഷിക്കിപ്പം അയാളുടെ റൂമിലേക്ക് ചെന്നു. ഹനാക്കോനെ അതിനകത്താണ് ഒളിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ റൂമിലേക്ക് ചെന്ന് അവിടുത്തെ ബെഡിലിരിക്കുമ്പോഴാണ് അയാൾ വിചിത്രമായിട്ടുള്ളൊരു കാര്യം കാണുന്നത്. അയാളുടെ കയ്യിൽ നിന്നും വല്ലാണ്ട് പുക വരുന്നുണ്ട്. അത് കണ്ടതും അയാൾ വേഗം അയാളുടെ ഡ്രസ്സൊക്കെ ഊരി. ഈ സമയം പുക വരുന്നൊക്കെ നിന്നു. എന്നാൽ അതിനിടയിലാണ് അയാൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അയാളുടെ കൈയിനുള്ളിലായിട്ട് എന്തോ ഒരു സ്വിച്ച് അയാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അയാൾ ഇപ്പോൾ ആ സ്വിച്ചിൽ ഞെക്കി. എന്നാൽ അത് ഞെക്കി കഴിഞ്ഞപ്പം അയാളുടെ ഒരു നഖം ഓപ്പണായി. ആ നഖത്തിനകത്തുള്ളത് 2 പോർട്ടുകളാണ്. അടുത്ത സെക്കൻഡിൽ അത് അടയുകയും ചെയ്തു. ഇതൊക്കെ കണ്ട് അയാളാണെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോയി. എന്നാൽ ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. പെട്ടെന്നാണ് അയാളുടെ കയ്യിൽ നിന്നും ഒരു ഗണ്ണ് വെളിയിലേക്ക് വരുന്നത്. അതിപ്പോൾ എന്തോ പുറത്തേക്ക് തുപ്പി. അയാൾ ചുമരിലേക്ക് നോക്കുമ്പോൾ അത് അയാൾ നേരത്തെ കുടിച്ച ആ സൂപ്പാണ്. ഇതൊക്കെ കണ്ട് തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചിട്ട് അയാൾ ഇങ്ങനെ തലയ്ക്കും കൈ വെച്ചിട്ട് ആ ബെഡിലിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് അയാളുടെ തല ഓപ്പൺ ആവുന്നത്. അത് കണ്ട് അയാളെ തന്നെ ഒന്ന് കാണാൻ വേണ്ടി കണ്ണാടിയുടെ മുമ്പിലേക്ക് പോയി നിൽക്കുമ്പോഴാണ് അയാളുടെ 2 കൈകളിൽ നിന്നും ആ ഗണ്ണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അയാൾ ഒരു മെഷീനെ പോലെയാണ് നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ ഹനാക്കോ ആണെങ്കിൽ അവിടുന്ന് വല്ലാണ്ട് കുരയ്ക്കാൻ തുടങ്ങി. അത് കുരയ്ക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ അയാളുടെ ഭാര്യ അങ്ങോട്ട് വന്നു. അപ്പോഴേക്കും അയാളിപ്പോൾ നോർമൽ അവസ്ഥയിലേക്കായി. ഈ സമയം ഭാര്യ പറയുന്നത്, ഈ പട്ടിയെ കൊണ്ട് കളയാൻ നിങ്ങളോട് പറഞ്ഞല്ലേ, മരയ്ക്ക് കൊണ്ട് കളഞ്ഞോ, ഞാൻ ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഇതിനിവിടെ കാണരുത് എന്നും പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോയി. ഇനി കാണിക്കുന്നത് ആ ശിശികാമിനെയാണ്. അവനിപ്പം അവൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് വന്നു. അവൻ അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ പേര് ചോക്കോ. ഇപ്പൊ ശിശികാമി ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ അവിടുത്തെ ബാൽക്കണിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. ഈ സമയം അതിലൊരു പ്രാവ് പറക്കുന്നുണ്ട്. ശിശികാമി ഇപ്പം അവന്റെ കൈ വെച്ചിട്ട് അതിന് നേരെ ഷൂട്ട് ചെയ്യാണ്. അതോടുകൂടെ ആ പ്രാവ് ചത്തു വീഴുകയും ചെയ്തു. അത് കാണുന്ന ചോക്കോക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നീ എങ്ങനെയാണ് ഇത് ചെയ്തത്? അതൊരു മാജിക് ട്രിക്കാണ്, ഞാൻ നിനക്ക് വേറെയും ചില കാര്യങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ശിശികാമി അവനെയും കൂട്ടി ഒരു കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് ചെന്നു. അവിടെ കുറേ കാറുകൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവനിപ്പം അതിലൊരു കാറിലേക്ക് നോക്കി. ഈ സമയം അവന്റെ കണ്ണുകൾക്ക് അതിൻ്റെ ഉള്ളിലെ സർക്യൂട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അവനത് ഹാക്ക് ചെയ്തിട്ട് അതിന് നേരെ ഒന്ന് കൈ വീശാണ്. അതോടുകൂടെ ആ കാർ പാഞ്ഞു ചെന്ന് വേറൊരു കാറിനിടിച്ചു. അങ്ങനെ 2 കാറുകൾ അവനിങ്ങനെ പരസ്പരം കൂട്ടിയിടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല മൂന്നാമത് അവൻ കൈ വീശുമ്പോൾ 3 കാറുകൾ ഇങ്ങനെ വേഗത്തിൽ വന്നിട്ട് അവന്റെ മുമ്പിലായിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ആവുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നിനക്കിത് എന്താണ് സംഭവിച്ചത്? ഇത് മാജിക് ട്രിക്ക് ഒന്നുമല്ല, ഇത് വേറെന്തോ സംഭവമാണല്ലോ. അതേ ചോക്കോ, ഇത് വേറൊരു സംഭവമാണ്. ഞാനിപ്പോൾ ഒരു സാധാരണ മനുഷ്യനല്ല, ഞാനൊരു സൂപ്പർ ഹീറോ ആണ് എന്നും പറഞ്ഞിട്ട് ശിശികാമി അവന്റെ ഡ്രസ്സൊക്കെ അഴിച്ചു. ഈ സമയം അവന്റെ ശരീരത്തു നിന്നും 2 ഗണ്ണുകളും പുറത്തേക്ക് വന്നു, ഒരു റോക്കറ്റ് ബൂസ്റ്ററും പുറത്തേക്ക് വന്നു. ഇതൊക്കെ കണ്ട ചോക്കോ ആണെങ്കിൽ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ യാഷിക്കയാണെങ്കിൽ അയാളുടെ ഓഫീസിലാണ്. ഇത്തവണയും മാനേജർ അയാളെ പിടിച്ചു. എന്നാൽ ഇത് നേരത്തെ പോലെയല്ല. മാനേജർ പറയുന്നത് ഉടനെ തന്നെ നിങ്ങളെ പിരിച്ചുവിടാൻ പോവാണെന്നാണ്. അതേക്കുന്ന യാഷിക്ക് ആ മാനേജറുടെ കാല് പിടിച്ചു നോക്കി. പക്ഷെ അയാൾ സമ്മതിക്കുന്നില്ല. അങ്ങനെ വളരെ വിഷമത്തോടെ യാഷിക്ക് ഇപ്പം അവിടുത്തെ റോഡിലൂടെ നടക്കുകയാണ്. ഈ സമയത്താണ് ഒരു പ്രാവ് താഴെ വീണ് നടക്കുന്ന അയാൾ കാണുന്നത്. അത് ചത്തിട്ടില്ല, പക്ഷെ ഉടനെ തന്നെ ചാവും. അതിനെ കണ്ട് പാവം തോന്നുന്ന അയാൾ ആ പ്രാവിനങ്ങ് എടുത്തു. എന്നാൽ ആ പ്രാവിനെടുത്തു കഴിഞ്ഞപ്പം അയാളുടെ കണ്ണുകൾക്ക് അതിന്റെ ശരീരത്തിന്റെ ഉള്ളിലെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അയാളുടെ കണ്ണുകൾ അതിന് സ്കാൻ ചെയ്യാണ്. മാത്രമല്ല അയാളുടെ കൈകൾ അതിനെ ക്യൂർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആരോഗ്യത്തോടെ തന്നെ ആ പ്രാവ് അവിടുന്ന് പറന്നു പോവാണ്. ഇതും കൂടെ കാണുമ്പം അപ്പൊ തനിക്ക് ക്യൂർ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് കരയൊക്കെ മനസ്സിലായി. ഈ സമയത്താണ് കുറച്ച് അപ്പുറത്തെ ഹോസ്പിറ്റലിന്റെ അകത്തു നിന്നും ഒരു അമ്മ ഡോക്ടറുടെ അടുത്ത് സംസാരിക്കുന്നത് അയാൾക്ക് കേൾക്കുന്നത്. അമ്മ ഡോക്ടറുടെ അടുത്ത് പറയുന്നത് 10 വയസ്സുള്ള അവളുടെ മകളെ കുറിച്ചാണ്. മകൾ ഉടനെ തന്നെ മരിക്കും. അതിന്റെ സങ്കടമാണ് അവൾ ഡോക്ടറുടെ അടുത്ത് പറയുന്നത്. അത് കേട്ടതും യാഷിക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഇപ്പൊ അവിടുത്തെ റൂമിന്റെ മുമ്പിലായിട്ട് ആ പെണ്ണിന്റെ അമ്മയും നിൽക്കുന്നുണ്ട്, അവിടെ ഡോക്ടർ നിൽക്കുന്നുണ്ട്. അവര് കാണാതെ അയാൾ വേഗം ആ റൂമിലേക്ക് ചെന്നു. ഈ സമയം ആ കുട്ടി അവിടുത്തെ ബെഡിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ യാഷിക്ക് ചെന്നിട്ട് ആ കുട്ടിയുടെ തലയിൽ ഒന്ന് പിടിക്കുകയാണ്. അതോടുകൂടെ ആ കുട്ടിയും ക്യൂറായി. അങ്ങനെ അത് കണ്ണു തുറന്നിട്ട് നിങ്ങൾ ആരാണെന്നാണ് ചോദിക്കുന്നത്. എന്നാൽ അതിനൊരു മറുപടി യാഷിക്ക് പറയുന്നില്ല. നിന്റെ അസുഖമൊക്കെ ഭേദമായി എന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ ഈ സമയത്താണ് ആ കുട്ടിയുടെ അമ്മയും ഡോക്ടറും കൂടെ അകത്തേക്ക് കയറി വരുന്നത്. നിങ്ങൾ ആരാണ്, എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അയാളുടെ അടുത്ത് വല്ലാണ്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്നാൽ ഈ സമയം അമ്മ നോക്കുമ്പോൾ തന്റെ മകൾക്ക് ഒരു കുഴപ്പമില്ലാതെ അവിടെ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ അവളുടെ അസുഖമൊക്കെ മാറി. ഈ ഒരു ഗ്യാപ്പിൽ യാഷിക്ക് വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു. ആ നടക്കുന്ന സമയത്ത് അയാൾ വല്ലാത്തൊരു സന്തോഷത്തിലാണ്. അയാൾ ഒരു ജീവനാണ് രക്ഷിച്ചിരിക്കുന്നത്. ഇതേ സമയം തന്നെ മാരിയാണെങ്കിൽ അവളുടെ ക്ലാസ് റൂമിലിരിക്കുകയാണ്. അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ അച്ഛനെ കുറിച്ച് കുറ്റം പറയാം. ഇതാണ് അവളുടെ മെയിൻ പരിപാടി. ഈ ക്ലാസ്സിൽ തന്നെയാണ് ശിശികാമിയും ചോക്കോയും പഠിക്കുന്നത്. അവരിപ്പോ ക്ലാസ്സിലേക്ക് വന്നു. എന്നാൽ അതിനിടയിലാണ് ഈ ക്ലാസ്സിൽ കുറച്ച് ബുള്ളീസ് ഉണ്ട്. അവന്മാര് ഇപ്പൊ ചോക്കോയെ പിടിച്ചു. ഇമാര് ഈ പിള്ളേരുടെ അടുത്ത് കാശൊക്കെ പിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇമാരിപ്പോ ചോക്കോന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്.
ഈ ബുള്ളീസിന്റെ ലീഡറുടെ പേര് ടെക്ചാൻ എന്നാണ്. എന്നാൽ അവന്മാരുടെ ഈ പെരുമാറ്റം ശിശികാമിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിനു മുമ്പ് അവൻ അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോഴാണല്ലോ അവൻ ആള് മാറിയത്. അതുകൊണ്ട് ശിശികാമി ഇപ്പൊ ടെക്ചാന്റെ കയ്യിൽ പിടിച്ചു. കൈ പിടിച്ചപ്പോൾ തന്നെ അവന് വല്ലട വേദന എടുക്കാൻ തുടങ്ങി. ശിശികാമി ഇപ്പൊ അവനോട് പറയുന്നത്, നീ ആദ്യം ചോക്കോലിന് സോറി പറയും, എന്നിട്ട് നീ അവന്റെ അടുത്ത് മേടിച്ച പൈസയൊക്കെ തിരിച്ചു കൊടുക്കാൻ നേക്ക്, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ വിടാന്നാണ്. അവസാനം നിവൃത്തിയില്ലാത്തതുകൊണ്ട് ടെക്ചാൻ അവനോട് സോറി പറഞ്ഞു. മാത്രമല്ല പൈസ തരാമെന്നും പറഞ്ഞു. എന്നാൽ അതുകൊണ്ടൊന്നും ശിശികാമി വിടുന്നില്ല. അവനിപ്പം ടെക്ചാനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവന്റെ കൈ ഉയർത്തി. എന്നാൽ അത് കണ്ടതും ചോക്കോ വന്നിട്ട് അവനെ പിടിച്ചു. ചോക്കോ പറഞ്ഞത് കൊണ്ട് ശിശികാമി ഇപ്പം ടെക്ചാനെ വിട്ടു. എന്നാൽ അവന്റെ ഈ പെർഫോമൻസ് ഒക്കെ നോക്കിക്കൊണ്ട് അവിടെ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. ഇവളുടെ പേര് ഷിയോൺ എന്നാണ്. അവൾക്ക് കുറെ കാലം മുമ്പ് തന്നെ ഈ ശിശികാമിയെ ഭയങ്കര ഇഷ്ടമുണ്ട്. ഇപ്പൊ അവന്റെ ഹീറോയിസും കൂടെ കാണുമ്പോൾ ആ ഇഷ്ടം അങ്ങോട്ട് കൂടി. അതുകൊണ്ട് അവൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ശിശികാമിയുടെ അടുത്ത് ആ ഇഷ്ടം പറയാണ്. പേടിച്ച് വരച്ചുകൊണ്ടാണ് അവൾ ആ കാര്യം പറയുന്നത്. എന്നാൽ അത് കേൾക്കുന്ന ശിശികാമി പറയുന്നത്, നീ എന്തായാലും ഇപ്പൊ പറഞ്ഞത് നന്നായി, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോയി. അങ്ങനെ സ്കൂളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ശിശികാമി ഇപ്പം അവന്റെ വീട്ടിലേക്ക് നടക്കുകയാണ്. അതിനിടയിൽ അവൻ അവന്റെ അമ്മയെ ഫോണിൽ വിളിച്ചു. ഇവന് ഫോൺ വിളിക്കണം എന്നുണ്ടെങ്കിൽ നേരെ മുമ്പിലേക്ക് നോക്കിയാൽ മതി. അമ്മ വർക്ക് ചെയ്യുന്നത് ഒരു ഹോട്ടലിലാണ്. ഇപ്പൊ അവൻ വിളിച്ചിട്ട് അമ്മയുടെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾ വരാൻ ലേറ്റ് ആവുമെന്നാണ്. അദ്ദേഹത്തിന് അമ്മ പറയുന്നത്, അങ്ങനെ ലേറ്റ് ആവത്തൊന്നുമില്ല, പിന്നെ നീ പോയിട്ട് നിന്റെ അച്ഛനൊന്ന് കാണും, അദ്ദേഹം നിന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അവൻ പറയുന്നത്, നിങ്ങൾക്ക് എന്താ അമ്മയെ വയ്യേ, അയാൾ നിങ്ങളെ ഉപേക്ഷിച്ച് വേറൊരു ഫാമിലിയായിട്ട് ജീവിക്കല്ലേ, എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ഇത്രയും താല്പര്യം അയാളുടെ അടുത്ത്? അദ്ദേഹത്തിന് അമ്മ പറയുന്നത്, മോൻ അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്, പക്ഷെ അത് നിന്റെ അച്ഛനാണ്, അദ്ദേഹത്തെ കാണേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്, അതുകൊണ്ട് പോയി കാണാൻ നോക്ക് എന്നും പറഞ്ഞിട്ട് അവർ കട്ട് ചെയ്തു. അങ്ങനെ രാത്രി ആയി കഴിഞ്ഞപ്പം ശിശികാമി ഇപ്പം അവന്റെ അച്ഛൻ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തി. അങ്ങനെ അവരെല്ലാവരും കൂടെ ഡിന്നർ കഴിക്കുകയാണ്. ഇവന്റെ അച്ഛൻ്റെ ഈ ഫാമിലിയിൽ 2 കുട്ടികളുണ്ട്. ഈ കുട്ടികൾക്ക് ഇവനെ ഭയങ്കര കാര്യമാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇപ്പം TV റൂമിലിരിക്കുകയാണ്. അച്ഛനിങ്ങനെ പുതിയ ഫാമിലിയുടെ കൂടെ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന കാണുമ്പോൾ അവനങ്ങോട്ട് ദേഷ്യം വന്നു. അതുകൊണ്ട് അവനിപ്പോൾ അയാളെ കൊല്ലാൻ വേണ്ടി അവന്റെ കൈ ഉയർത്തി. എന്നാൽ എല്ലാവരും വിചാരിച്ചത് അവൻ തമാശ കാണിക്കുകയാണെന്നാണ്. പക്ഷെ എന്തോ അവൻ അയാളെ കൊല്ലാൻ തോന്നുന്നില്ല. അത് അവന്റെ ഇഷ്ടം കൊണ്ടൊന്നല്ല, അവന്റെ അമ്മയെക്കുറിച്ച് ഓർത്തിട്ടാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് മറ്റൊരു വീട്ടിൽ നിന്നും ഒരു സംസാരവും കേൾക്കുന്നത്. അവൻ വേഗം ആ വീട്ടിനകത്ത് കയറി. ആ വീട്ടിലുള്ളത് ഒരു ഭാര്യയും ഭർത്താവും അവരുടെ മകളുമാണ്. ഇപ്പൊ മകളുടെ വിദേശ പഠനത്തെക്കുറിച്ചൊക്കെയാണ് അവരിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവൻ ആ റൂമിലേക്ക് കയറി ചെല്ലുന്ന കാണുമ്പോൾ അവരെല്ലാവരും ശരിക്കും ഞെട്ടിപ്പോയി. നീ ആരാണ്, എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് കേട്ടതും അവൻ കൈ ഉയർത്തിയിട്ട് അയാളെ വെടിവെച്ച് കൊല്ലാണ്. ഇതേ സമയം തന്നെ യാഷിക്കാണെങ്കിൽ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. അയാളെ രക്ഷിച്ച ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവിടെ, അവളെ കാണാൻ വന്നാണ്. അങ്ങനെ പുറത്തുനിന്ന് അവളെ കണ്ടതിന് ശേഷം അയാൾ അതിലൂടെ നടക്കാൻ തുടങ്ങി. അയാളിപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ ഹോസ്പിറ്റലിലുള്ള എല്ലാവരും ക്യൂർ ചെയ്യണമെന്നാണ്. അങ്ങനെ അതും ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോഴാണ് പെട്ടെന്ന് അയാളുടെ തലയിൽ ഒരു പെൺകുട്ടി നിലവിളിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടതും അയാൾ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ആ പെൺകുട്ടി മറ്റാരുമല്ല, ശിശികാമി ഇപ്പം അവളുടെ അച്ഛനും അമ്മയും കൊന്നു. അവനിപ്പോൾ അവളെ കൊല്ലാൻ തുടങ്ങാണ്. അവളാണെങ്കിൽ ഇങ്ങനെ വല്ലാണ്ട് നിലവിളിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇനിയാഷിക്ക് ഇപ്പം ആ വീട്ടിലേക്ക് എത്തി. അതിൽ അയാൾ വാതിൽ തുറന്നു നോക്കുമ്പോൾ ആ പെൺകുട്ടി അവിടെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. തലയിലാണ് വെടികൊണ്ടിരിക്കുന്നത്. അങ്ങനെ അയാൾ ഉടനെ തന്നെ അവളുടെ മുഖത്ത് കൈവച്ചു. എന്നാൽ അവളെ ക്യൂർ ചെയ്യാൻ അയാളെ കൊണ്ട് പറ്റുന്നില്ല. അതിൽ നിന്നും മരിച്ചവരെ രക്ഷിക്കാൻ തനിക്ക് പറ്റത്തില്ല എന്ന കാര്യമൊക്കെ മനസ്സിലായി. അങ്ങനെ അയാൾ വേഗം തന്നെ അടുത്ത റൂമിലേക്ക് ചെന്നു. ഈ സമയം അയാൾ നോക്കുമ്പോൾ ശിശികാമി അവിടെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല അവിടെയുള്ള ബാക്കി 2 പേരും മരിച്ചു കിടക്കുന്നുണ്ട്. അവനെ കണ്ടപ്പോൾ തന്നെ ആൾക്ക് അവനെ മനസ്സിലായി. എന്നാൽ അടുത്ത സെക്കൻഡിൽ ശിശികാമി ഇപ്പം യാഷിക്കിനെ ഷൂട്ട് ചെയ്യാണ്. അതോടുകൂടെ അയാൾ തെറിച്ചുപോയി. അങ്ങനെ അയാളെ വെടിവെച്ചിട്ടതിന് ശേഷം ശിശികാമി വെളിയിലേക്ക് ഇറങ്ങി. എന്നാൽ യാഷിക്ക് ഒന്നും പറ്റിയിട്ടില്ല. അയാൾ വേഗം തന്നെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. എന്നാൽ അയാൾ നോക്കുമ്പോൾ ശിശികാമി അവിടുന്ന് മുകളിലേക്ക് ഇങ്ങനെ പറന്നു പോകുന്നതാണ് കാണുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി. ഇനി കാണിക്കുന്നത് ഒരു ന്യൂസ് റിപ്പോർട്ടാണ്. ശിശികാമി കൊന്ന ആ ഫാമിലി ഉണ്ടല്ലോ, ആ ഫാമിലിയുടെ കാര്യമാണ് പറയുന്നത്. വെടി കൊണ്ടിട്ടാണ് അവർ മരിച്ചിരിക്കുന്നത്. പക്ഷെ ആരാണ് കൊന്നതെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. മാത്രമല്ല അവരുടെ ശരീരത്തിൽ നിന്ന് ബുള്ളറ്റ് കണ്ടെടുക്കാനും പറ്റിയിട്ടില്ല. ഈ സമയം തന്നെ ശിശികാമിയും ചോക്കോയും കൂടെ ഒരു ബാങ്കിന്റെ മുമ്പിലും കാണാം. ശിശികാമി ഇപ്പോൾ അവന്റെ ഫോൺ എടുത്തിട്ട് അവന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് ടച്ച് ചെയ്യാണ്. അതോടുകൂടെ അവന്റെ അക്കൗണ്ടിലെ പൈസയൊക്കെ കൂടി. ഇത് കാണുമ്പോൾ ചോക്കാണെങ്കിൽ ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ ശിശികാമി ആ ബാങ്കിന്റെ ഉള്ളിലേക്ക് കയറി. എന്റെ കുറെ പൈസ അവിടുന്ന് എടുത്തിട്ട് ചോക്കോയും കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. എന്നിട്ട് ആ പൈസയൊക്കെ അവൻ ചോക്കോയ്ക്ക് കൊടുത്തു. എന്നാൽ ചോക്കോ അത് വാങ്ങുന്നില്ല. അവൻ പറയുന്നത്, അപ്പൊ ആ ഫാമിലിയെ കൊന്നത് നീയാണല്ലേ, അങ്ങനെയാണെങ്കിൽ നീ എന്നെയും കൊല്ലത്തില്ല എന്ന് എന്താണ് ഉറപ്പ്? അതെന്താ ചോക്ക നീ അങ്ങനെ പറയുന്നത്? ചെറുപ്പം മുതൽ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഞാനല്ലേ, ഇനിയും അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. പിന്നെ മരിച്ചത് നിന്റെ ആരുമല്ലല്ലോ, ഈ ലോകത്ത് വേറെ ഒരുപാട് പേര് മരിക്കുന്നില്ലേ, പിന്നെ നിനക്കെന്താണ് ഇത്ര വിഷമം? എന്താ ശിശുകാമി നീ ഇങ്ങനെ, എന്തിനാണ് നീ ആൾക്കാരെ കൊല്ലുന്നത്? അവൻ അത് പറയുമ്പോൾ മനുഷ്യരെ കൊല്ലരുത് എന്നത് മനുഷ്യരുടെ നിയമമാണ്, ഞാനൊരു മനുഷ്യനല്ല എന്നാണ് ശിശുകാമി അതിന് മറുപടി പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ചോക്കോ പറയുന്നത്, ഇനി നടക്കത്തില്ല, ഇനി എനിക്ക് നിന്റെ ഫ്രണ്ടായിട്ട് ഇരിക്കാൻ പറ്റില്ല, ഇനി നീ എൻ്റെ വീട്ടിലേക്ക് വരാനും പാടില്ല, നമുക്ക് ഈ ഒരു ബന്ധം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം എന്നും പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോയി. അങ്ങനെ വൈകുന്നേരമായപ്പം ശിശുകാമി ഇപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് എത്തി. ഈ സമയം അവൻ്റെ അമ്മ അവിടെ ഉണ്ട്. അവരിന്ന് നേരത്തെയാണ് വന്നിരിക്കുന്നത്. അത് കാണുമ്പോൾ അതെന്താ അമ്മയും നിങ്ങൾ നേരത്തെ വന്ന്? അവൻ്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ അവൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തൊരു കാര്യം പറയാണ്. അതായത് അവരിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്, അവർക്കും ക്യാൻസറാണ്, അതേ കാലം ഇനി അവർക്കും ജീവിതമില്ല,
അതുകൊണ്ട് അവരിപ്പോൾ അവനോട് പറയുന്നത് നീ ഇനി നിന്റെ അച്ഛൻ്റെ കൂടെയാണ് ജീവിക്കേണ്ടത്. ഇനിയുള്ള നിന്റെ പഠനത്തിന്റെ കാര്യങ്ങളൊക്കെ നിന്റെ അച്ഛൻ നോക്കിക്കോളും. അതുകൊണ്ട് നീ വേഗം അങ്ങോട്ട് മാറാൻ നോക്ക്. അവൻ അമ്മ അത് പറയുമ്പോൾ അവന് വല്ലാതെ വിഷമമായി. അവൻ വേഗം വന്നിട്ട് അവരെ കെട്ടിപ്പിടിക്കുകയാണ്. ഇല്ല അമ്മേ, നിങ്ങളെ ഞാൻ മരിക്കാൻ പെടത്തില്ല, ഒരിക്കലും നിങ്ങളെ മരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ സമയം രാത്രി യാഷിക്കിപ്പം അയാളുടെ വീട്ടിലേക്ക് വന്നു. ജോലി പോയ കാര്യമൊന്നും അയാൾ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ജോലിക്ക് പോയി വന്നതാണ് എന്ന രീതിയിലാണ് അയാൾ ഇപ്പോൾ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ അയാളുടെ ഭാര്യ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അതുകൊണ്ട് ഭാര്യയും മക്കളും അയാളെ വല്ലാണ്ട് ഫയർ ചെയ്യാണ്. നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ട്. അത് കേട്ട് അയാൾ വല്ലാത്ത വിഷമത്തോടെയാണ് അയാളുടെ റൂമിലേക്ക് പോകുന്നത്. എന്നിട്ട് അവിടെ ഇങ്ങനെ മുട്ടുകുത്തി കരയാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് ആ ചോക്കോ പ്രാർത്ഥിക്കുന്ന അയാൾ കേൾക്കുന്നത്. ചോക്കോ ഇപ്പോൾ ദൈവത്തിനോട് പറയുന്നത്, എന്റെ ഫ്രണ്ട് ഷിഷിഗാമി ഇപ്പം ഡേഞ്ചറസ് ആയിട്ട് മാറി, അവൻ ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് ദൈവം അവനൊന്ന് തടയാൻ പറ്റുന്നത് എന്നൊക്കെയാണ് ചോക്കോ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞപ്പം അയാൾക്കിപ്പം ഷിഷിഗാമിയുടെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. അവൻ ആ ഫാമിലിയെ കൊന്ന കാര്യമൊക്കെ. അയാൾ വേഗം തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അയാളിപ്പോൾ നേരെ പോകുന്നത് ആ ഹനാക്കോന്റെ അടുത്തേക്കാണ്. അയാളിപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു. അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ചാണല്ലോ ഈ ശക്തി കിട്ടിയത്. അവനാണെങ്കിൽ അത് ആൾക്കാരെ കൊല്ലാൻ ഉപയോഗിക്കുന്നു. എന്നാൽ അയാൾ തീരുമാനിച്ചിരിക്കുന്നത് ആ പവർ വെച്ചിട്ട് ആൾക്കാരെ രക്ഷിക്കാമെന്നാണ്. ഈ സമയം അയാളുടെ ശരീരത്തിൽ നിന്നും ആ റോക്കറ്റ് ബൂസ്റ്റർ പുറത്തേക്ക് വന്നു. അതിനെ തുറന്ന് അയാൾ വേഗം ഹനാക്കോനെ എടുത്തിട്ട് പെട്ടെന്ന് അവിടുന്ന് പറന്നു പോവാണ്. ഈ സമയം റൂമിലായിട്ട് മാരി ഇരിക്കുന്നുണ്ട്. അവൾക്കിപ്പം ഒരു നീല പ്രകാശം കാണാൻ പറ്റി. അവിടെ ഒരു വാൽനക്ഷത്രമാണ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ യാഷിക്കിപ്പം ചോക്കോന്റെ അടുത്തേക്ക് എത്തി. അവൻ ആ പാർക്കിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ചോക്കോയുടെ അടുത്തേക്ക് എത്തിയതിനു ശേഷം അയാൾ കാര്യങ്ങളൊക്കെ ചോക്കോന്റെ അടുത്ത് പറയാണ്. പക്ഷെ അയാൾ അന്നൊരു വെളിച്ചം മാത്രമേ കണ്ടിട്ടുള്ളൂ. അതെല്ലാം കേൾക്കുമ്പോൾ ചോക്കോ പറയുന്നത്, അങ്ങനെ ഒരു വെളിച്ചം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത്രയും പവറുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കാരണം ഏലിയൻസ് ആയിരിക്കും. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത അതല്ല, ഷിഷിഗാമി അവനൊരു പാവമായിരുന്നു. ചെറുപ്പം മുതൽ അവൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യലായിരുന്നു അവന്റെ പരിപാടി. ഒരു ദിവസം ആരാ അവന്റെ നായനെ കൊല്ലാൻ വന്നപ്പോൾ അവന് വല്ലാത്ത സങ്കടം. അവൻ അതിനെ കൊല്ലാൻ അയാളെ സമ്മതിച്ചില്ല. അങ്ങനെ ഇരുന്ന് ഷിഷിഗാമിയാണ് ഇപ്പൊ ആൾക്കാരെ കൊല്ലുന്നത്. അതെന്തായാലും തടഞ്ഞേ പറ്റൂ. ഞാൻ നോക്കിയിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും ശരീരം ഒരുപോലെ തന്നെയാണ് മാറിയിരിക്കുന്നത്. അവന്റെ പവറുകൾ എന്താണെന്ന് എനിക്കറിയാം. അതുപോലത്തെ പവർ നിങ്ങൾക്കുണ്ടോ എന്ന് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം അവനിപ്പോൾ യാഷിക്കിയുടെ പവറൊക്കെ ചെക്ക് ചെയ്യാണ്. അയാൾക്ക് അയാളുടെ കൈ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് അവരിപ്പോൾ നോക്കുന്നത്. അതിനുവേണ്ടി അവിടെ ഒരു ചെറിയ ക്യാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ യാഷിക്കിപ്പം അതിന് നേരെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാണ്. ആദ്യമൊന്നും അയാൾ വിചാരിച്ചിട്ട് അത് നടന്നില്ല. ഈ സമയം ചോക്കോ അയാളോട് പറയുന്നത്, നിങ്ങൾ ശരിക്കും ഒന്ന് ആഗ്രഹിച്ചിട്ട് ട്രൈ ചെയ്യും, കുറച്ചും കൂടെ നിങ്ങളുടെ എനർജി പ്രയോഗിക്കും. അങ്ങനെ യാഷിക്കിപ്പം പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം ആ ക്യാൻ ഒന്ന് അനക്കാൻ അയാളെ കൊണ്ട് പറ്റി. അല്ലെങ്കിൽ ഈ എനർജി ഒരുപാട് പ്രയോഗിച്ച് കഴിയുമ്പോൾ അയാൾക്ക് ഇങ്ങനെ വെള്ളം കുടിക്കണം. അതാണ് അയാളുടെ ഊർജ്ജം. അതുകൊണ്ട് അയാൾ ഒരു കുപ്പി വെള്ളം മൊത്തം കൊണ്ട് കുടിക്കുകയാണ്. ഈ സമയം തന്നെ ഷിഷിഗാമിയാണെങ്കിൽ അവന്റെ അമ്മയും കൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് എത്തി. എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ സമയം ഡോക്ടർ അവരുടെ റിസൾട്ടൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം പറയുന്നത് നിങ്ങളുടെ അസുഖം മൊത്തം മാറിയെന്നാണ്. അത് കേൾക്കുന്ന അവന്റെ അമ്മയ്ക്ക് ഭയങ്കര അത്ഭുതമായി. എന്നാൽ ഷിഷിഗാമിക്ക് കാര്യം മനസ്സിലായി. അവനും ആ ക്യൂർ ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഡോക്ടറെ കണ്ട് ഇറങ്ങിയതിനു ശേഷം അവരിപ്പോൾ സിറ്റിയിലൂടെ അങ്ങനെ നടക്കുകയാണ്. ഈ സമയം ഷിഷിഗാമി അവന്റെ അമ്മയുടെ അടുത്ത് പറയുന്നത്, ഇപ്പൊ അമ്മയുടെ അസുഖമൊക്കെ മാറിയില്ലേ, ഇനി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കാം, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാം, ഒന്നുകൊണ്ടും നിങ്ങൾ ഇനി വിഷമിക്കണം. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം, ഇനി നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് പോകരുത്. ഞാൻ കുറച്ച് പൈസയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അമ്മയുടെ ആഗ്രഹം ഫ്രാൻസിൽ പോയി ജീവിക്കാനാണല്ലോ, നമുക്ക് ഉടനെ തന്നെ ഫ്രാൻസിലേക്ക് പോവാം എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കുറെ പോലീസുകാർ അങ്ങോട്ട് വരുന്നത്. ആ ഫാമിലി മരിച്ചല്ലോ, അതിൽ അവർക്ക് ഇവന്റെ ഡൗട്ട് ഉണ്ട്. ആ കാര്യം പോലീസുകാർ പറയുമ്പോൾ അവൻ അവിടുന്ന് ഓടാൻ തുടങ്ങി. എന്നാൽ പിന്നെയും കുറേ പോലീസുകാർ കണ്ടു വന്നു. അവരെല്ലാവരും കൂടെ ഇപ്പൊ അവനെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഒറ്റയടിക്ക് തന്നെ അവന്മാരെ എല്ലാം തെറിപ്പിച്ചിട്ട് അവൻ പിന്നെയും മുന്നോട്ട് ഓടി. അങ്ങനെ അവന്റെ അമ്മയുടെ അടുത്തുനിന്ന് മാറിക്കഴിയുമ്പോൾ പിന്നീട് അവന്റെ അടുത്തേക്ക് വരുന്ന പോലീസുകാരൊക്കെ അവൻ ഷൂട്ട് ചെയ്ത് വീഴ്ത്താണ്. എന്നിട്ട് ആ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് പെട്ടെന്ന് അവിടുന്ന് പറന്നു പോവുകയും ചെയ്തു. ഈ സമയം തന്നെ കുട്ടികളെല്ലാവരും അവരുടെ ക്ലാസ് റൂമിലിരിക്കുകയാണ്. അതിനിടയിലാണ് ചില കുട്ടികളുടെ കയ്യിലുള്ള മൊബൈലിൽ ന്യൂസ് വരുന്നത്. ആ ന്യൂസിൽ പറയുന്നത് ഷിഷിഗാമിയാണ് ആ ഫാമിലിയെ കൊന്നത്. മാത്രമല്ല അവനെ പിടിക്കാൻ ചെന്ന പോലീസുകാരിൽ കുറെ ആൾക്കാരെ കൊന്നിട്ട് അവനോടൊന്ന് രക്ഷപ്പെട്ടു. അത് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും അത്ഭുതമായി. ഒരു പാവത്താനെ പോലെ നടന്നിട്ട് അവൻ ഇത്രയ്ക്കും ദുഷ്ടനായിരുന്നോ എന്നാണ് കുട്ടികളെല്ലാവരും ഇങ്ങനെ പരസ്പരം ചോദിക്കുന്നത്. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ആ ഷിയോൺ അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവനാണ് ആൾക്കാരെ കൊന്നത് എന്ന് അവൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ സിറ്റിയിൽ മുഴുവനായിട്ട് ഇപ്പൊ അവന്റെ ഫോട്ടോ വെച്ച് ഈ ന്യൂസ് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇതിനെക്കുറിച്ച് പല ചാനൽ ചർച്ചകളും വരാൻ തുടങ്ങി. ഈ സമയം തന്നെ ഷിഷിഗാമി ആണെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കുകയാണ്. അവന് ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ചാനൽ ചർച്ചകളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അവന് കേൾക്കാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ അവനെക്കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അവൻ അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവൻ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ ഷിയോൺ അങ്ങോട്ട് വരുന്നത്. അവൾ പറയുന്നത്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന കാര്യം എനിക്കറിയാം, അതുകൊണ്ട് നിന്നെ സേഫ് ആക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അങ്ങനെ ഷിയോൺ അവനെയും കൂട്ടിക്കൊണ്ട് പോകുന്നത് അവളുടെ വീട്ടിലേക്കാണ്. അവളുടെ വീട്ടിൽ അവളുടെ മുത്തശ്ശി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം മുത്തശ്ശി അവിടുന്ന് പോയി. ഈ സമയം ഷിയോൺ അവനോട് പറയുന്നത്, ഞാനും മുത്തശ്ശി മാത്രമേ ഇവിടെ ഉള്ളൂ, ഇവിടെ നിനക്ക് എത്ര കാലം വേണമെങ്കിലും ജീവിക്കാം, നിന്നെ തേടി ആരും ഇങ്ങോട്ട് വരത്തില്ല. അവൾ അത് പറയുമ്പോൾ, അപ്പം നിന്റെ അച്ഛനും അമ്മയൊക്കെ അവിടെ? അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി, അവർക്കൊരു അസുഖമായിരുന്നു, അതുകൊണ്ട് ഞാനും ഇനി അധികാലം ജീവിച്ചിരിക്കത്തില്ല എന്നാണ് അവൾ പറയുന്നത്. ഈ സമയം യാഷിക്കും ചോക്കോയും അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അയാൾക്ക് കറക്റ്റായിട്ട് ആ ക്യാൻ ഷൂട്ട് ചെയ്തിട്ട് തകർക്കാൻ പറ്റി.
പക്ഷെ വല്ലാതെ എനർജി പ്രയോഗിച്ചുകൊണ്ട് അയാൾക്ക് നല്ല രീതിയിൽ ദാഹിക്കുന്നുണ്ട്. പക്ഷെ വെള്ളം തീർന്നുപോയി. എന്നാൽ അയാൾ അവിടെ ഒരു ബോക്സിൽ അയാളുടെ സ്പോർട്സ് ഡ്രിങ്ക് ഉണ്ടല്ലോ അത് എടുത്തു വെച്ചിട്ടുണ്ട്. അയാൾ വേഗം ചെന്നിട്ട് അതിലൊരു കുപ്പി എടുത്ത് കുടിക്കുകയാണ്. എന്നാൽ അത് കുടിച്ചു കഴിയുമ്പോഴാണ് പെട്ടെന്ന് അയാൾക്ക് എന്തൊക്കെ സംഭവിക്കുന്നത്. അതിന് തുറന്ന് അയാളുടെ കയ്യിൽ നിന്ന് ആ ഗണ്ണ് പുറത്തേക്ക് വന്നിട്ട് ആ വെള്ളം മൊത്തം തുപ്പിക്കളഞ്ഞു. അത് ചോക്കോയുടെ മുഖത്തേക്ക്. അത് കാണുന്ന അയാൾ പറയുന്നത് ഇത് തന്നെയാണ് അന്ന് സംഭവിച്ചത്. അന്ന് എന്റെ വീട്ടിൽ നിന്ന് സൂപ്പ് കുടിച്ചപ്പോൾ ഇതുപോലെ അത് തുപ്പിക്കളഞ്ഞു. അയാൾ അത് പറഞ്ഞു കഴിയുമ്പോൾ ചോക്കോയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ ഉപ്പ് പറ്റത്തില്ല. നിങ്ങൾ അന്ന് കുടിച്ച സൂപ്പിൽ ഉപ്പുണ്ടായിരുന്നില്ലേ, അതേപോലെ തന്നെ ഈ സ്പോർട്സ് ഡ്രിങ്കിൽ ഉപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ ആ കുപ്പിയുടെ ലാബിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ സമയം രാത്രി. മാരി ഇപ്പൊ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് അവളൊരു കാഴ്ച കാണുന്നത്. ചോക്കോയും അവളുടെ അച്ഛനും കൂടെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇങ്ങനൊരു കാഴ്ച അവൾ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം അവളുടെ അച്ഛൻ ഇവളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സുമായിട്ടൊന്നും അങ്ങനെ സംസാരിക്കാറില്ല. അതുകൊണ്ട് അവർ പിരിഞ്ഞതിന് ശേഷം മാരി ഇപ്പൊ ചോക്കോന്റെ അടുത്തേക്ക് ചെയ്യുന്നു. എന്താണ് നീയും എൻ്റെ അച്ഛനും തമ്മിലൊരു ഇടപാട്? അവളുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ അവൻ പറയുന്നത് ഒന്നുമില്ല, ഞങ്ങൾ ഓൺലൈൻ ഗെയിം വഴി പരിചയപ്പെട്ടാണ്, ജസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചാണ് എന്ന് പറഞ്ഞിട്ട് അവൻ വീട്ടിലേക്ക് പോയി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇനി കാണിക്കുന്നത് ഒരു ന്യൂസ് റിപ്പോർട്ടാണ്. അതിൽ കുറെ റിപ്പോർട്ടർമാർ ഇപ്പൊ ശിഷിഗാമിയുടെ അമ്മയെ വളഞ്ഞിട്ടുണ്ട്. അവൻ ചെയ്ത തെറ്റെല്ലാം ഇവര് കാരണമാണെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ അവന്റെ അമ്മേനെ ഇങ്ങനെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഇതെല്ലാം ഷിയോന്റെ വീട്ടിലിരുന്നിട്ട് ശിഷിഗാമിയും കാണുന്നുണ്ട്. അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന കാണുമ്പോൾ അവനെ തങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ് പിന്നെ ഒരു ന്യൂസും കൂടെ വന്നു. അതിൽ പറയുന്നത് ശിഷിഗാമിയുടെ അമ്മ അവരുടെ വീട്ടിൽ ആത്മഹത്യ ചെയ്തെന്നാണ്. അതും കൂടെ കേൾക്കുമ്പോൾ അവനൊരു ഞെട്ടലായിരുന്നു. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ മൊത്തം സ്കാൻ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അവൻ നേരത്തെ കണ്ട റിപ്പോർട്ടേഴ്സ് ഉണ്ടല്ലോ അവർക്ക് എല്ലാവർക്കും മെസ്സേജ് അയക്കുകയാണ്. എല്ലാവരും ഞാൻ കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞിട്ട്. ഈ റെഡ് കളറിൽ കാണുന്നതാണ് അവന്റെ മെസ്സേജ്. ഇനി കാണിക്കുന്നത് വേറൊരുത്തനെയാണ്. ഇവനാണ് ഈ ശിഷിഗാമിയുടെ അമ്മയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പൊ പ്രസ്സിന് കൊടുത്ത് അവനിപ്പോൾ അവന്റെ കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ശിഷിഗാമി ഇപ്പം അവന്റെ കമ്പ്യൂട്ടറിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവനിപ്പോൾ അയാളോട് പറയുന്നത് നീ ഒരൊറ്റ ഒരുത്തം കാരണമാണ് എൻ്റെ അമ്മയെക്കുറിച്ച് ബാക്കിയുള്ളവർക്ക് വിവരം കിട്ടിയത്, അതിന് നീ അനുഭവിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നുകൊണ്ട് തന്നെ അയാൾക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. അതോടുകൂടെ അയാളുടെ പണി തീരുകയും ചെയ്തു. അങ്ങനെ അവൻ അടുത്തായിട്ട് ചെയ്യുന്നത് ഒരുത്തനൊരു കഫേയിൽ ഇരിക്കുന്നുണ്ട്. അവന്റെ കമ്പ്യൂട്ടറിൽ വന്നിട്ട് അവനെ ഷൂട്ട് ചെയ്തു. പിന്നെ ഒരുത്തി ഇപ്പം ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുന്നുണ്ട്. അവൾ മൊബൈലിൽ നോക്കുകയാണ്. അതിലവൻ വന്നിട്ട് അവളെയും വെടിവെച്ച് കൊന്നു. വേറൊരുത്തനിപ്പം മെട്രോ സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ട്. അവനും അവന്റെ ഫോൺ നോക്കുകയാണ്. ശിഷിഗാമി ഇപ്പം അതിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവന്റെ പണിയും തീർത്തു. അങ്ങനെ കുറെ ആൾക്കാരെ അവൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് തന്നെ കൊന്നുകളയുന്നുണ്ട്. അങ്ങനെ ആ പണിയൊക്കെ തീർത്തതിന് ശേഷം അവനിപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആ ഷിയോൺ അങ്ങോട്ട് വരുന്നത്. ഷിയോണിപ്പോൾ അവനോട് പറയുന്നത് നീ ഈ ന്യൂസൊക്കെ കാണുന്നില്ലേ, അവർ പെട്ടെന്ന് നിന്നെ പിടിക്കുന്നതാണല്ലോ പറയുന്നത്, ഇനിയിപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക? അത് കേൾക്കുമ്പോൾ അവൻ ആ സത്യം അവളുടെ അടുത്ത് പറയാണ്. അതായത് ഇത്രയും ആൾക്കാരെ കൊന്നത് അവൻ തന്നെയാണ്. മാത്രമല്ല ഞാനൊരു മനുഷ്യനല്ല എന്നും പറഞ്ഞിട്ട് അവൻ അവന്റെ കയ്യിലെ ഗണ്ണ് ഒക്കെ കാണിച്ചു കൊടുത്തു. ഇതൊക്കെ കണ്ട് അവളാണെങ്കിൽ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ ആ ഗണ്ണ് ക്ലോസ് ചെയ്തതിനു ശേഷം അവൻ അവളെയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് പെട്ടെന്ന് അവളെ എടുത്തിട്ട് ആകാശത്തേക്ക് പറന്നു പോവാണ്. അവളാണെങ്കിൽ വല്ലാതെ പേടിച്ചാണ് ഇരിക്കുന്നത്. ഈ സമയം അവൻ അവളുടെ അടുത്ത് പറയുന്നത് നീ ഈ സിറ്റി കണ്ടില്ലേ, ഇതിലുള്ള മുഴുവൻ ആൾക്കാരും എൻ്റെ ശത്രുക്കളാണ്, അവരെല്ലാവരെയും ഞാൻ കൊല്ലും, പക്ഷെ നീ പേടിക്കണ്ട, നിനക്ക് ഞാനുണ്ടാവും എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി യാഷിക്ക് ഇപ്പം അയാളുടെ വീട്ടിൽ നിൽക്കുകയാണ്. അയാളിപ്പോൾ ഫോണിൽ ആ ചോക്കോനോട് സംസാരിക്കുന്നുണ്ട്. ഇയാൾക്കും ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോൺ എടുത്ത് കൈ പിടിക്കേണ്ട ആവശ്യമില്ല. അവരിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ആ ശിഷിഗാമിന്റെ കാര്യമാണ്. എന്നാൽ ഈ സമയത്താണ് മാരി അങ്ങോട്ട് വരുന്നത്. അയാൾ ഈ സംസാരിക്കുന്നൊക്കെ അവളും കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആരോടാണ് ഈ സംസാരിക്കുന്നത് എന്നാണ് അവൾ ചോദിക്കുന്നത്. പെട്ടെന്ന് അവൾ അങ്ങോട്ട് വന്നപ്പം അയാൾ ശരിക്കും ഞെട്ടിപ്പോയി. ഇതേ സമയം തന്നെ ടി വിയിൽ ഒരു ന്യൂസും കാണിക്കുന്നുണ്ട്. ശിഷിഗാമി ഇപ്പം ആ ന്യൂസ് കേട്ടോണ്ടിരിക്കുകയാണ്. ആ ന്യൂസിൽ പറയുന്നത് ഈ യാഷിക്ക് ആ ഹോസ്പിറ്റലിൽ ഒരു പെൺകുട്ടിയെ രക്ഷിച്ചല്ലോ, പക്ഷെ അത് ആരാണെന്നൊന്നും അവർക്ക് അറിയത്തില്ല, അതൊരു അത്ഭുത മനുഷ്യനാണ് എന്നാണ് ന്യൂസിൽ പറയുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ അത് ആരാണ് എന്നാണ് ശിഷിഗാമി ഇപ്പം ചിന്തിക്കുന്നത്. ഈ സമയം മാരിയാണെങ്കിൽ അയാളുടെ അച്ഛനും വിടുന്നില്ല. സത്യം പറഞ്ഞ് നിങ്ങൾ ആരോടാണ് സംസാരിച്ചത്? ആ ചോക്കോന്റെ അടുത്തല്ലേ? അവനും നിങ്ങളും തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെയാണ് അവളുടെ ചോദ്യം. എന്നാൽ അയാൾ അതിനൊരു മറുപടി പറയുന്നില്ല. എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ടെന്നും പറഞ്ഞിട്ട് അയാൾ വേഗം വെളിയിലേക്ക് പോയി. അങ്ങനെ സമയം രാത്രി. ശിഷിഗാമി ഇപ്പം നല്ല ഉറക്കമാണ്. ഈ സമയം ഷിയോൺ അവനൊന്ന് നോക്കിയതിന് ശേഷം അവൾ വെള്ളം കുടിക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോയി. എന്നിട്ട് വെള്ളം കുടിച്ചിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോഴാണ് ഒരു കൂട്ടം പോലീസുകാർ അവൾക്ക് നേരെ തോക്കും ചൂടി നിൽക്കുന്നു. അത് കാണുമ്പോൾ അവൾ പേടിച്ചുപോയി. അതിൽ ഈ കാര്യം ശിഷിഗാമിക്ക് മനസ്സിലായി. അവൻ പെട്ടെന്ന് വന്നിട്ട് അവളെയും പിടിച്ചിട്ട് താഴേക്ക് കിടന്നു. ഈ സമയം പോലീസുകാരാണെങ്കിൽ ഇങ്ങനെ തുരുതുര വെടിവെക്കുകയാണ്. അത് കണ്ടതും അവൻ ഇങ്ങോട്ട് എഴുന്നേറ്റിട്ട് അവന്മാരെ എല്ലാത്തിനെയും ഷൂട്ട് ചെയ്ത് വീഴ്ത്തി. ഇതേ സമയം തന്നെ കുറച്ച് പോലീസുകാർ താഴെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ മുകളിലേക്ക് പോയവരുടെ അനക്കൊന്നും കാണാത്ത കാണുമ്പോൾ അവർക്ക് ഡൗട്ടായി. അങ്ങനെ പോലീസുകാരെയൊക്കെ വെടിവെച്ചിട്ടതിന് ശേഷം ശിഷിഗാമി നോക്കുമ്പോൾ അവളുടെ മുത്തശ്ശി അവിടെ മരിച്ചു കിടക്കുന്നുണ്ട്. മാത്രമല്ല ഷിയോൺ അവിടെ മരിച്ചു കിടക്കാണ്. അവൾക്കും വെടികൊണ്ടിട്ടുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ അവന് വല്ലാത്തൊരു സങ്കടമായിരുന്നു. ഇനിയിപ്പോൾ അവനെ ഒന്നും നോക്കാനില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അവൻ അവിടുന്ന് പറന്നു പോവാണ്. ആ റോക്കറ്റ് പോണ പോലെ അവൻ പോകുന്നത് ആ പോലീസുകാരും കാണുന്നുണ്ട്. ഇതെന്താണ് സംഭവം എന്ന് ചിന്തിച്ചിട്ട് അവർ ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ യാഷിക്കിപ്പം അയാളുടെ വീട്ടിലിരുന്നിട്ട് ന്യൂസ് കാണാണ്. അയാളുടെ പുറകിലായിട്ട് അയാളുടെ ഫാമിലി ഉണ്ട്. ന്യൂസിൽ പറയുന്നത് ശിഷിഗാമിന്റെ കാര്യമാണ്, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇതേ സമയം ഒരു ബിൽഡിങ്ങിന് മുകളിൽ ഇരുന്നിട്ട് ശിഷിഗാമിയും ഈ ന്യൂസൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്.
അവനിപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു, ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും കൊന്നുകളയാം. അങ്ങനെ ആ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ യാഷിക്കിയുടെ ഭാര്യ എഴുന്നേറ്റിട്ട് ആ TV ഓഫ് ചെയ്തു. അവരെല്ലാവരും ഇപ്പോൾ വെളിയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. മാരിക്കാണെങ്കിൽ ഇന്നൊരു സ്കൂൾ ട്രിപ്പും ഉണ്ട്. അങ്ങനെ അവരവിടുന്ന് പോകുന്ന കാണുമ്പോൾ യാഷിക്ക് അവരെ തടഞ്ഞു. ദയവ് ചെയ്ത് നിങ്ങളിപ്പോൾ പുറത്തേക്ക് പോകരുത്, മാത്രമല്ല നിങ്ങളുടെ ഫോണും ഉപയോഗിക്കരുത്, അത് അപകടമാണ്. നിങ്ങൾ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ് നിങ്ങൾ കേൾക്കണം. പക്ഷെ അയാളത് പറയുമ്പോൾ അവരാണെങ്കിൽ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നോ? ഇതുവരെ അതുണ്ടായിട്ടില്ലല്ലോ, ഇനി അങ്ങോട്ടും അങ്ങനെയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് അവരെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പൊ ആ സ്കൂൾ ട്രിപ്പുമായി ബന്ധപ്പെട്ട് മാരിയും കുട്ടികളും ഇപ്പൊ ഒരു ബിൽഡിങ്ങിനുള്ളിൽ നിൽക്കുകയാണ്. ഇതേസമയം തന്നെ സിറ്റി സെൻട്രലായിട്ട് അവിടുത്തെ സ്ക്രീനിലിപ്പം ശിശികാമി പ്രത്യക്ഷപ്പെട്ടു. അവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സിറ്റിയിൽ കൂടി നിൽക്കുന്നുണ്ട്. അവൻ അവരുടെ അടുത്തായിട്ട് ഒരു കാര്യം പറയാണ്. ഇതൊന്നും തുടങ്ങി വെച്ചത് ഞാനല്ല, പോലീസുകാരാണ്. അവരാണ് സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെയും അവരുടെ മുത്തശ്ശിയും കൊന്നത്. അതുകൊണ്ടാണ് എനിക്ക് അവരെ കൊല്ലേണ്ടി വന്നത്. ഇപ്പൊ പോലീസുകാരെല്ലാം എന്നോടൊരു യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. പക്ഷെ എനിക്ക് അവരെ നേരിട്ടേ പറ്റൂ. ഇപ്പൊ എന്റെ ശത്രു ഈ സിറ്റിയാണ്. ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരെയും ഞാൻ കൊല്ലാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ കൈ ഉയർത്തി. അവരാ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അതൊരു തമാശയാണ് എന്നാണ് അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ വിചാരിച്ചത്. എന്നാൽ അവൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് കാര്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ആ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വെടിയേറ്റ് വീഴുന്ന കാണുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ചെതറി ഓടുകയാണ്. ഇതേസമയം തന്നെ യാഷിക്കയും ചോക്കോയും അവർ ആ ട്രെയിൻ ചെയ്ത സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് സിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ യാഷിക്കയുടെ തലയിലേക്ക് വരുന്നത്. ഒരുപാട് ആൾക്കാർ പേടിച്ച് നിലവിളിക്കുന്നുണ്ട് എന്നൊക്കെ അയാൾക്ക് മനസ്സിലായി. അയാൾക്ക് അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ്. അല്ല ഈ സമയം ചോക്കാണെങ്കിൽ അയാൾക്കൊരു മിനറൽ വാട്ടറിന്റെ കുപ്പി എടുത്തു കൊടുത്തു. ഈ സമയം തന്നെ മാരിയും കുട്ടികളും ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നിൽക്കുകയാണ്. അതിനിടയിൽ അവിടെ ഒരു അനൗൺസ്മെന്റ് വന്നു. ശിശികാമി ഇപ്പം സിറ്റിയിലുള്ള എല്ലാ ആൾക്കാരും കൊല്ലുന്നുണ്ട്, അതുകൊണ്ട് ആരും പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ചില കുട്ടികൾ ഇതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി അവരുടെ ഫോൺ എടുത്തു. എന്നാൽ അടുത്ത സെക്കൻഡിൽ ആ കുട്ടികളെല്ലാം വെടിയേറ്റ് വീഴാണ്. എന്നാൽ അതിനിടയിലാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ആ സിറ്റിയിൽ ആ സ്ക്രീൻ ഉണ്ടല്ലോ, അവിടെ ഇപ്പം ചോക്കോ പ്രത്യക്ഷപ്പെട്ടു. അവനിപ്പോൾ എല്ലാവരുടെ അടുത്തും പറയുന്നത് നിങ്ങൾ ആരും ഫോൺ ഉപയോഗിക്കരുതെന്നാണ്. കാരണം ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്തൂടെ അവന് വെടിവെക്കാൻ പറ്റുന്നു. ഇവനെങ്ങനെ എളുപ്പത്തിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ സംസാരിക്കുന്നത് യാഷിക്കയുടെ മുമ്പിലാണ്. ഈ യാഷിക്കയുടെ കൈപ്പത്തിയിലായിട്ട് ഒരു ക്യാമറയുണ്ട്. ഇതുപോലെ തന്നെ ശിശികാമിയുടെ കയ്യിലുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഇവരെല്ലാവരുടെ അടുത്തും സംസാരിക്കുന്നത്. അങ്ങനെ അവനത് പറഞ്ഞു കഴിഞ്ഞതും കുട്ടികളെല്ലാവരും ഫോൺ താഴേക്കിട്ടു. ഇതെല്ലാം കാണുമ്പോൾ ശിശികാമിക്കൊരു കാര്യം മനസ്സിലായി. അപ്പൊ ചോക്കോയുടെ കൂടെ മറ്റാരോ കൂടെ ഉണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും അവനെ തടയാൻ പറ്റത്തില്ല. അവനെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിലെ ആ മെഷീൻ പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്നും ഇഷ്ടം പോലെ മിസൈലുകൾ ആ സിറ്റിയിലേക്ക് ഇട്ടു. അതിനെ തുടർന്ന് സിറ്റിയിലെ പല ബിൽഡിങ്ങുകളും ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. ആ മിസൈലുകൾ വരുന്നത് യാഷിക്കയും കണ്ടു. അയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവന്റെ അടുത്തേക്ക് പറക്കുകയാണ്. അങ്ങനെ വേഗം തന്നെ യാഷിക്ക് ഇപ്പം ശിശികാമിയുടെ മുമ്പിലേക്ക് എത്തി. അയാളെ കാണുമ്പം അപ്പൊ അയാളാണ് ഇതിന്റെ പുറകിൽ എന്നൊക്കെ അവന് മനസ്സിലായി. ഈ സമയം യാഷിക്ക് അവനോട് പറയുന്നത്, നമുക്ക് 2 പേർക്ക് ഒരുമിച്ചാണ് പവർ കിട്ടിയത്. നീ വെറുതെ ഇത് ഉപയോഗിച്ചിട്ട് ആൾക്കാരെ കൊല്ലരുത്, നമുക്ക് ഇത് വെച്ചിട്ട് ആൾക്കാരെ സംരക്ഷിക്കാൻ പറ്റും എന്നൊക്കെ അയാൾ പറഞ്ഞു. എന്നാൽ അവനത് കേൾക്കുന്നില്ല. അങ്ങനെ അവൻ അയാളെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അയാൾ മുകളിലേക്ക് പറന്നു. അത് കണ്ടതും ശിശികാമി അയാളെ ഫോളോ ചെയ്യാണ്. പോകുന്ന വഴിക്ക് അവൻ കുറെ മിസൈലുകൾ അയാളുടെ ദേഹത്തേക്ക് വിടുന്നുണ്ട്. എന്നാൽ യാഷിക്കാണെങ്കിൽ അതിൽ നിന്ന് കൊഴിഞ്ഞു മാറിയിട്ട് വേഗം മുന്നോട്ട് പറക്കുകയാണ്. എന്നാൽ അതിനിടയിലാണ് യാഷിക്ക് ഒരു ശബ്ദം കേൾക്കുന്നത്. അത് മാരിയുടെ നിലവിളിയാണ്. അവളിപ്പോൾ എവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്. പക്ഷെ അത് എവിടെയാണെന്ന് നോക്കാൻ ശിശികാമി അയാളെ സമ്മതിക്കുന്നില്ല. അവൻ ഇപ്പോഴും അയാളുടെ പുറകെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റൊക്കെ കഴിഞ്ഞ് അവസാനം അവര് മറ്റൊരു ബിൽഡിങ്ങിന് മുകളിലേക്ക് എത്തി. ഈ സമയം അയാൾ അവനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവനൊന്നും കേൾക്കുന്നില്ല. അതിനിടയിൽ അവന്റെ എനർജി ഒക്കെ പോയി. അതുകൊണ്ട് അവൻ വേഗം ഒരു കുപ്പി വെള്ളം എടുക്കുകയാണ്. എന്നാൽ അവനത് കുടിക്കാൻ തുടങ്ങുമ്പോഴേക്കും യാഷിക്ക് ഷൂട്ട് ചെയ്തു. അതോടുകൂടെ ആ കുപ്പി തെറിച്ചുപോയി. അങ്ങനെ അത് ഷൂട്ട് ചെയ്തതിന് ശേഷം യാഷിക്ക് പറയുന്നത്, എന്റെ മകൾ അവിടെ പെട്ടുകിടക്കാണ്, അറ്റ്ലീസ്റ്റ് അവളെ രക്ഷിക്കാനെങ്കിലും നീ എന്നെ സമ്മതിക്കണം എന്ന് പറഞ്ഞിട്ട് അയാളുടെ കയ്യിലുള്ള ആ കുപ്പി വെള്ളം എടുത്തു. അയാളത് കുടിക്കാൻ തുടങ്ങുമ്പോഴേക്കും ശിശികാമി ചെന്നിട്ട് അയാൾ ഇടിച്ച് തെറിപ്പിച്ചു. എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്നും ആ വെള്ളം എടുക്കുകയാണ്. എന്നിട്ട് അവനത് കുടിച്ചതിന് ശേഷം ബാക്കി വെള്ളം അവന്റെ പോക്കറ്റിലേക്ക് ഇട്ടു. എന്നിട്ട് പിന്നെയും അയാളെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അത് കണ്ടതും യാഷിക്ക് മുകളിലേക്ക് പറക്കാൻ തുടങ്ങി. എന്നാൽ ശിശികാമി അയാളെ വിടുന്നില്ല. അവനും അയാളുടെ പുറകെ പോവാണ്. അങ്ങനെ കുറെ പോയി അവരിപ്പോൾ സ്പേസിലെത്തി. അവിടെ വെച്ചിട്ട് ശിശികാമി ഇപ്പം അയാളെ പിടിച്ചു. എന്നിട്ട് അയാൾക്ക് നേരെ അവന്റെ തോക്കിയുണ്ടാണ്. എന്നാൽ ഈ സമയത്താണ് ഒരു ട്വിസ്റ്റ്. ആ തോക്കിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അവൻ കുടിച്ച വെള്ളമാണ്. മാത്രമല്ല അവന്റെ ശരീരം വല്ലാതെ തളരാൻ തുടങ്ങി. ഈ സമയത്താണ് അവൻ അവന്റെ പോക്കറ്റിലുള്ള കുപ്പി എടുത്തു നോക്കുന്നത്. ഇപ്പൊ അവന്റെ കയ്യിലിരിക്കുന്ന ആ കുപ്പി ചോക്കോ യാഷിക്ക് കൊടുത്ത ആ കുപ്പിയാണല്ലോ. പക്ഷെ അത് മിനറൽ വാട്ടർ അല്ല. അവൻ അതിന്റെ മുകളിൽ മിനറൽ വാട്ടറിന്റെ ലേബൽ ഒട്ടിച്ചാണ്. അത് മറ്റേ ആ സ്പോർട്സ് ഡ്രിങ്ക് ആണ്. ഇപ്പൊ ശിശികാമിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവന്റെ ശരീരത്തിൽ തീരെ എനർജി ഇല്ല. അതുകൊണ്ട് തന്നെ അവന്റെ ശരീരത്തിൽ ആ ബൂസ്റ്ററൊക്കെ ഓഫായി. മാത്രമല്ല അവനിങ്ങനെ താഴേക്ക് വീഴാൻ തുടങ്ങി. ഈ സമയം യാഷിക്ക് അവനെ ഷൂട്ട് ചെയ്യാണ്. അതോടുകൂടെ വലിയൊരു പൊട്ടിത്തെറി നടന്നു. അതിനെ തുടർന്ന് ശിശികാമിയാണെങ്കിൽ നേരെ താഴേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ അവൻ നേരെ താഴെയുള്ള ഒരു ബിൽഡിങ്ങിനകത്തേക്കാണ് വീഴുന്നത്. അങ്ങനെ യാഷിക്ക് വേഗം തന്നെ അയാളുടെ മകളുള്ള ആ ബിൽഡിങ്ങിലേക്ക് എത്തി. ഈ ബിൽഡിങ്ങിലേക്ക് തന്നെയാണ് ശിശികാമിയും വന്നു വീണത്. യാഷിക്ക് ഇപ്പോൾ നോക്കുമ്പോൾ മകൾ അവിടെ ബോധമില്ലാതെ കിടക്കുകയാണ്. അയാൾ വേഗം ചെന്നിട്ട് അവിടെ തലയിൽ പിടിച്ചു. അതോടുകൂടെ അവൾ എഴുന്നേറ്റു. എന്നാൽ പെട്ടെന്നാണ് അയാൾ അവിടെ നിന്ന് തെറിച്ചു പോകുന്നത്. അത് ശിശികാമിയാണ്. അവൻ ഇതുവരെയായിട്ട് മരിച്ചിട്ടില്ല. ഈ സമയം വേറെയും കുറെ ആൾക്കാർ ആ ബിൽഡിങ്ങിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. അവനിപ്പം അവരെല്ലാവരും വിടുവിച്ചു കൊല്ലാണ്.
അങ്ങനെ അവരുടെയൊക്കെ പണി തീർത്തിട്ട് അവൻ അടുത്തായിട്ട് അവന്റെ കൈ ചൂണ്ടുന്നത് മാരിക്ക് നേരെയാണ്. എന്നാൽ ഈ സമയത്താണ് യാഷിക്ക് ഓടി വന്നിട്ട് അവനെ കൊണ്ട് പിടിച്ചു മാറ്റുന്നത്. എന്നാൽ അപ്പോഴേക്കും അവൻ ഷൂട്ട് ചെയ്തു, അത് അവളുടെ ദേഹത്ത് കൊള്ളുകയും ചെയ്തു. അങ്ങനെ അവള് വെടിയേറ്റ് വീണ് കിടക്കുന്ന കാണുമ്പോൾ യാഷിക്ക് ഇപ്പം അവളുടെ അടുത്തേക്ക് പോവാണ്. പക്ഷെ ശിശികാമി എന്നെ സമ്മതിക്കുന്നില്ല. അവൻ അയാളെ പിടിച്ചിട്ട് ശരിക്കിട്ട് ഇടിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ ഇടിച്ച് അവൻ അയാളെ തൂക്കെടുത്ത് ഒരൊറ്റ ഏറ് കൊടുത്തു. അങ്ങനെ അയാൾ താഴേക്ക് ചെന്ന് വീഴുമ്പോൾ അയാളുടെ തല അങ്ങോട്ട് പിളർന്നു. ഇതെല്ലാം മാരിയും കാണുന്നുണ്ട്. ഇപ്പോഴാണ് അവളുടെ അച്ഛൻ ആരാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ശിശികാമി ഇപ്പം മാരിയുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ തൂക്കിയെടുത്ത് ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്കിടാണ്. അത് കാണുമ്പോൾ യാഷിക്ക് വല്ലാതെ അങ്ങോട്ട് ദേഷ്യം വന്നു. അയാൾ അലറിക്കൊണ്ട് ശിശികാമിയുടെ അടുത്തേക്ക് പറക്കുകയാണ്. ഈ സമയം അവനും അയാൾ ഇടിക്കാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് ചാടുന്നുണ്ട്. അങ്ങനെ അവൻ അയാളുടെ മുഖത്തിട്ടൊരു ഇടി കൊടുത്തു. എന്നാൽ അയാൾക്കൊന്നും പറ്റിയില്ല. പകരം അവന്റെ കൈ അങ്ങോട്ട് പൊടിഞ്ഞു പോവാണ്. മാത്രമല്ല അയാളുടെ ഇടിയേറ്റ് അവന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം മൊത്തം അങ്ങോട്ട് ചിതറിപ്പോയി. അങ്ങനെ അവനിടിച്ച് താഴേക്ക് ഇട്ടതിന് ശേഷം അയാൾ നേരെ മാരിയുടെ അടുത്തേക്കാണ് പറക്കുന്നത്. അവൾ താഴേക്ക് വീഴുന്നതിന് മുമ്പ് തന്നെ അയാൾ അവളെ പിടിച്ചു. എന്നിട്ട് അവളെ സേഫ് ആക്കി നിർത്തിയതിനു ശേഷം അയാളിപ്പം അവളുടെ മുറിവിൽ കൈവയ്ക്കുകയാണ്. അതോടുകൂടെ അവൾ ക്യൂർ ആവുകയും ചെയ്തു. അപ്പൊ അയാൾ അവളോട് പറയുന്നത്, മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, മോൾക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നീ എന്തായാലും ഇവിടെ ഇരിക്കും, എനിക്ക് ഇനിയും ആൾക്കാരെ രക്ഷിക്കാനുണ്ട് എന്നും പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പറന്നു പോവാണ്. അത് നോക്കിക്കൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് അവള്. അങ്ങനെ പിറ്റേ ദിവസമായി യാഷിക്ക് അയാളുടെ ഫാമിലിയും കൂടെ ഭക്ഷണം കഴിക്കുകയാണ്. അതിനിടയിൽ അവിടെ ന്യൂസ് കാണിക്കുന്നുണ്ട്. ആ ന്യൂസിൽ പറയുന്നത് ശിശികാമിയുടെ മരണവാർത്തയാണ്. അവനെ കൊന്നത് ആ അത്ഭുത മനുഷ്യനാണ് എന്നും കൂടെ അതിൽ പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ യാഷിക്കിയുടെ ഭാര്യ ചോദിക്കുന്നത് ഇനി ആരായിരിക്കും അയാളെന്നാണ്. അവരത് ചോദിക്കുമ്പോൾ മാരി ഇപ്പം അവളുടെ അച്ഛനും നോക്കി. അത് അയാൾ അതൊന്നും കാണുന്നില്ല. അയാൾ ആ കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ ആ സൂപ്പിന് ഉപ്പുണ്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേസമയം തന്നെ ചോക്കോ ഇപ്പം അവന്റെ റൂമിലേക്ക് വന്നു. എന്നാൽ അവിടുത്തെ കാഴ്ച കണ്ട് അവൻ ഞെട്ടിപ്പോയി. ശിശികാമി ഇപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ മരിച്ചിട്ടില്ല, പക്ഷെ അവന്റെ കൈയൊക്കെ പോയി. ഇപ്പൊ അവനിങ്ങനെ പേടിച്ചു നിൽക്കുന്ന കാണുമ്പോൾ നിനക്ക് എന്തായാലും പേടിയാണോ എന്നാണ് ശിശികാമി ചോദിക്കുന്നത്. അതേക്കുമ്പോൾ പേടിയുണ്ട്, എന്നാൽ നീ തിരിച്ചു വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുത്തെ ബെഡിലേക്ക് ഇരുന്നു. ഇപ്പൊ ചോക്കോവിനോട് പറയുന്നത്, എന്തായാലും നീ തിരിച്ചു വന്നില്ലേ, നമുക്ക് ഗെയിം കളിച്ചാലോ. അതേക്കുമ്പോൾ നിനക്കൊരു മാറ്റമില്ലല്ലോടാ എന്നാണ് ശിശികാമി ചോദിക്കുന്നത്. ഈ സമയം ചോക്കോ പറയുന്നത്, ഞാൻ എങ്ങനെ മാറാനാടാ, നീ എന്റെ കൂട്ടുകാരനല്ലേ. അവനത് പറയുമ്പോൾ അവന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. അത് കാണുമ്പോൾ ശിശികാമിക്കും ഭയങ്കര സങ്കടമായി. അങ്ങനെ ആ കാര്യം പറഞ്ഞതിന് ശേഷം ചോക്കോ ചെന്നിട്ട് അവർ ആ ഗെയിം ഓണാക്കാണ്. അതിനുശേഷം അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ശിശികാമി അവിടെ കാണുന്നില്ല. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.